സിനോജ്, ഇതിപ്പോൾ ഈ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനകത്ത് നിൽക്കുന്ന ആരെങ്കിലും ഉന്നത തലത്തിലുള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ക്രൈംബ്രാഞ്ചിന് അങ്ങനെ കൂടുതൽ സംശയങ്ങളില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇന്ന് മുഹമ്മദ് ഷുഹൈബ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിൽ ചില ഇപ്പോൾ നേരത്തെ തന്നെ ഈ അഭിഭാഷകൻ പറഞ്ഞതുപോലെ വമ്പൻ തിമിംഗലങ്ങളാണോ അതോ ചെറിയ മീനുകളാണോ, ഇതൊക്കെയാണെങ്കിലും അന്വേഷണ സംഘം അന്വേഷണം വ്യാപിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇതെങ്ങോട്ടാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത്? റോഷ്നി, അതായത് ഈ 2 മാസത്തെ അന്വേഷണത്തിനൊടുവിലാണ് ക്രൈംബ്രാഞ്ച് ഈ ചോദ്യപേപ്പർ ചോർന്ന സ്ഥലം കണ്ടെത്തുകയും അതിൻ്റെ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അൺഎയ്ഡഡ് സ്കൂളിലെ പിയൂണായ അബ്ദുൾ നാസറിനെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു സർക്കാർ ജീവനക്കാരുമായി ഗൂഢാലോചന നടത്തിയെന്ന്. ഈ 1-ാം പ്രതി മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ജില്ലാ കോടതിയിൽ പരിഗണിക്കുന്ന ഘട്ടത്തിൽ പോലും ഈ വാദം ഉന്നയിച്ചിരുന്നു പ്രോസിക്യൂഷൻ. ആ ഘട്ടത്തിൽ കോടതി ചോദിച്ചതിൽ അങ്ങനെയെങ്കിൽ ആ സർക്കാർ ഉദ്യോഗസ്ഥർ എവിടെയെന്ന ചോദ്യമാണ് ചോദിച്ചത്. പക്ഷേ ഈ 2 സാധ്യതകളാണ് ക്രൈംബ്രാഞ്ചിന് മുൻപിൽ ഉണ്ടായിരുന്നത് ഈ ചോദ്യങ്ങൾ ചോരാൻ വേണ്ടി. ഒന്ന്, ഏതെങ്കിലും സ്കൂളിലെ ജീവനക്കാർ വഴി ചോദ്യപേപ്പർ ചോരുക, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ചോദ്യപേപ്പർ ചോരുക. ആ സാധ്യതയാണ് ഏറ്റവും കൂടുതൽ ഈ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്. അങ്ങനെയാണ് ഈ സർക്കാർ ജീവനക്കാരുമായി ഗൂഢാലോചന നടത്തി ഈ ചോദ്യങ്ങൾ ചോർത്തി എന്ന് ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ആശ്വാസമാണ് ക്രൈംബ്രാഞ്ച് എസ് പിയുടെ പ്രതികരണത്തിൽ കണ്ടത്. ഏതായാലും വിദ്യാഭ്യാസ വകുപ്പ് വഴിയല്ല ഇത് ചോർന്നിരിക്കുന്നത്, പകരം ഒരു അൺഎയ്ഡഡ് സ്കൂൾ വഴിയാണ് ചോർന്നിരിക്കുന്നത് പറയുന്നു. ഇതിൻ്റെ പരിമിതി എന്ന് പറയുന്നത് നിലവിൽ ഈ MS സൊല്യൂഷനെതിരെ മാത്രമാണ് അന്വേഷണം നടക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ പരാതിയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. MS സൊല്യൂഷൻ കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർത്തി എന്ന പരാതിന്മേൽ മാത്രമാണ് അന്വേഷണം നടക്കുന്നത്. അങ്ങനെയാണ് അബ്ദുൾ നാസറിനെ പിടികൂടിയിരിക്കുന്നത്. അബ്ദുൾ നാസർ കുറേ വർഷമായിട്ട് ഈ മലപ്പുറത്തെ സ്കൂളിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഇതേ സമാനമായ രീതിയിൽ ഇതിനു മുൻപ് ഇദ്ദേഹം ചോദ്യപേപ്പറുകൾ ചോർത്തിയിട്ടുണ്ടോ, ഇനി ഈ MS സൊല്യൂഷനും ഫഹദിന് മാത്രമല്ല മറ്റേതെങ്കിലും സ്ഥാപനത്തിന് സമാനമായ രീതിയിൽ ചോദ്യപേപ്പർ ചോർത്തി നൽകിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഈ ചോദ്യപേപ്പറുകൾ ചോർത്തി നൽകിയത് വഴി അബ്ദുൾ നാസറിന് എന്ത് പ്രതിഫലമാണ് കിട്ടിയത്? പ്രതിഫലമൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് ഇന്നലെ പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ അദ്ദേഹം ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. KSUം കോൺഗ്രസ് ഒക്കെ തന്നെ പറയുന്നത്, അതായത് MS സൊല്യൂഷൻ മാത്രമല്ല, ഇത് ചെറിയൊരു മീനാണ്, വലിയ മീനുകൾ പുറത്തുണ്ട്. അതായത് ഈ അബ്ദുൾ നാസർ എന്ന് പറയുന്നതും ചെറിയൊരു മീനാണ്, ഇത് വലിയൊരു ചങ്ങലയാണ്. ഇത് പൊട്ടിക്കണം. ചങ്ങലയുടെ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഈ ഷുഹൈബ് പറഞ്ഞതുപോലെ തന്നെ ഇത് വലിയ കണ്ണികൾ കാണാനിരിക്കുന്നു, വലിയ തിമിംഗലങ്ങൾ ഉണ്ടോ എന്ന് അറിയാനിരിക്കുന്നു. ഈ വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചെത്താം.